ഭോജരാജാവിൻ്റെ സദസ്സ്. അവിടെ ഒരു കവി ഭോജരാജാവിനെ ഗംഭീരമായിട്ട് പുകഴ്ത്തുകയാണ്. അങ്ങയുടെ രാജ്യം രാമരാജ്യമാണ്, അങ്ങയുടെ പ്രജകൾ രാമരാജ്യത്തെ പ്രജകളെപ്പോലെയാണ്, അങ്ങ് സാക്ഷാത് ശ്രീരാമചന്ദ്രനെ പോലെയാണ് ഭരണം നടത്തുന്നത്. അത് നമുക്ക് പരിചയമുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. നമ്മുടെ പഴയ മുഖ്യമന്ത്രിയെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് തിരുവാതിരപ്പാട്ടൊക്കെ എഴുതി. അത് ചില കവികൾക്ക് അങ്ങനെയാണ്, അങ്ങ് പുകഴ്ത്തിൽ വന്ന പിന്നെ താങ്ങാൻ പറ്റില്ല. അതുപോലൊരു കവി ഇങ്ങനെയൊക്കെ എഴുതി. ഈ കവി ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാക്ക സദസ്സിലേക്ക് കയറി വന്ന് ഇങ്ങയുടെ തലയിൽ കൃത്യമായി കാഷ്ടിച്ചിട്ട് പോയി. ഭോജരാജാവിൻ്റെ സദസ്സായതുകൊണ്ട് കാക്കയുടെ ജീവൻ അപകടമൊന്നും ഉണ്ടായില്ല. എന്നാലും ഭോജരാജാവിന് അതൃപ്തിയായി. ഒരു മഹാകവിയുടെ തലയിൽ കാഷ്ടിക്കുകയല്ലേ, കാക്ക പിടിക്കാൻ ഉത്തരവിട്ടു, കാക്ക പിടിച്ചു. കാക്ക ഓടിയൊന്നുമില്ല. അന്നങ്ങനെ ഒരു ധർമ്മമൊക്കെ നോക്കിയിട്ട് ഈ കൊല്ലലും രക്ഷാപ്രവർത്തനമൊക്കെ നടത്തുള്ളൂ. അതുകൊണ്ട് കാക്കയ്ക്ക് അപകടമൊന്നും ഉണ്ടായില്ല. ചോദിച്ചു, നീ എന്തൊരു ധിക്കാരമാണ് കാണിച്ചത്, ഒരു കവിയുടെ ശിരസിൽ മനഃപൂർവ്വം കാഷ്ടിക്കുക. പറഞ്ഞു, മഹാരാജാവേ, ഇദ്ദേഹം പറഞ്ഞത് അതുപോലെ അധർമ്മമാണ്. എന്തധർമ്മമാണ് പറഞ്ഞത്? അങ്ങ് രാമന് തുല്യമാണെന്നും അങ്ങയുടെ രാജ്യം രാമരാജ്യമാണെന്നും പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് രാമരാജ്യവുമല്ല, അങ്ങ് രാമചന്ദ്രന് തുല്യവുമല്ല, നമ്മുടെ പ്രജകൾ രാമരാജ്യത്തെ പ്രജകളെപ്പോലെയുമല്ല. അങ്ങയുടെ ഭരണം സദ്ഭരണം തന്നെയാണ്, എനിക്കതിൽ അഭിപ്രായ വ്യത്യാസവുമില്ല. ഈ കാഷ്ടം പറ്റിയ കവിക്ക് ഇഷ്ടമായില്ല. പല കാഷ്ടം പറ്റിയ കവികൾക്കും അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഈ കാഷ്ടം പറ്റിയ കവി പറഞ്ഞു, അതേ, നീ പറഞ്ഞ് ശരിയാണെന്ന് തെളിയിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. എൻ്റെ കൂടെ വന്നാലെന്ന് പറഞ്ഞു. അങ്ങനെ കാക്ക മുന്നിൽ മെല്ലെ പറന്നു. രാജാവും ഈ കവിതസിലുള്ള പണ്ഡിതന്മാരും എന്ന ഉപദേശികളും, ഇന്നുണ്ടല്ലോ ഉപദേശികളും കൂടി യാത്രയായി. അങ്ങനെ കൊട്ടാരം വിട്ടു. ഒരു ഗ്രാമത്തിലായി യാത്ര. അതിർത്തിയിൽ ഒരു വനമുണ്ട്. ആ വനത്തിൽ പ്രവേശിച്ചു. ചേട്ട് പറഞ്ഞു, അങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞു കാക്ക. നോക്കുമ്പം ഒരു പഴയ വലിയൊരു കൊട്ടാരം പോലൊരു വീട്. അത് മുഴുവനും പുൽപ്പടർപ്പും വള്ളിച്ചെടികളും പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അതൊന്ന് വൃത്തിയാക്കി അതിൻ്റെ അകത്ത് നമുക്ക് കയറാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരതിൻ്റെ അകത്ത് കയറി. വെള്ളം വെട്ടി തിരിച്ച് ഭടന്മാരൊക്കെ വൃത്തിയാക്കി അകത്ത് കയറി മണ്ണുവിട്ട് മൂടി ഏതോ ഒരു വലിയ കൊട്ടാരം പോലൊരിത് അതൊക്കെ തള്ളി മാറ്റി. മന്ത്രിമാരൊക്കെ കയറി എല്ലാം മാറി 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 ഇങ്ങനെ എടുക്കുമ്പം ഈ മണ്ണ് മാറ്റുന്നിടത്തൊക്കെ ധാരാളം രത്നങ്ങൾ കിട്ടുന്നുണ്ട്, ആഭരണങ്ങൾ കിട്ടുന്നുണ്ട്, സ്വർണം കിട്ടുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പം ഭോജരാജാവ് അന്തം വിട്ടുവെച്ചു. ഇതെന്താണിത്, എനിക്ക് മനസ്സിലാകുന്നില്ല. മഹാരാജാവേ, ഇത് രാമരാജ്യത്ത് ജീവിച്ചിരുന്ന ധനികനായ ഒരുവൻ്റെ വീടാണ്. കൊട്ടാരം പോലെ കണ്ടില്ലേ, രാമൻ്റെ കൊട്ടാരമല്ലാതെ രാമരാജ്യത്തിലെ ധനികനായ ഒരു പ്രജയുടെ കൊട്ടാരമാണ്. ഈ ധനികനൊരു ദുഃഖമുണ്ടായിരുന്നു. എന്തായിരുന്നു ദുഃഖം വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് അനവത്യ ദുഃഖം, മക്കളില്ല. ഇതിന് പരിഹാരം അദ്ദേഹം അന്വേഷിച്ചു. ഒരാചാര്യൻ പറഞ്ഞു, അങ്ങയുടെ പൂർവജന്മ അപരാധം കൊണ്ടാണ് ഇങ്ങനെയൊരു ദുഃഖത്തിനിരയായത്. അതിന് പരിഹാരം അങ്ങ് ആർക്കെങ്കിലും ഒരു കിഴി സ്വർണ്ണ നാണയം ദാനം ചെയ്യണം, വാങ്ങുന്നയാൾ സന്തോഷത്തോടെ വാങ്ങണം. അപ്പോൾ ശരി. അപ്പോൾ ഇദ്ദേഹം ഈ കിഴി എടുത്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കൊട്ടാരത്തിൽ കൊണ്ടു കൊടുക്കാം. കാരണം രാജാവിൻ്റെ ഖജനാവ് ചെന്നിട്ടുണ്ടെങ്കിൽ, അന്നത്തെ രാജാവിൻ്റെ ഖജനാവിൻ്റെ കാര്യമാണ്, ഇത് യഥാർത്ഥ കൈകളിലെത്തും, അർഹതപ്പെട്ടവനെത്തും. അങ്ങനെ കൊട്ടാരത്തിലെത്തി. രാജാവിനോട് പറഞ്ഞു, ഇപ്പം ശ്രീരാമചന്ദ്രനാണ് മഹാരാജാവ്. രാമൻ പറഞ്ഞു, എനിക്കിവിടെ സ്വർണ്ണമൊന്നും വേണ്ട, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, ഖജനാവിന് വയ്ക്കാൻ സ്ഥലമില്ല. അങ്ങൊരു കാര്യം ചെയ്യൂ, നമ്മുടെ രാജ്യത്തിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. റൈറ്റ് ഹാൻഡിൽ, ശരിയായ കൈകളിൽ പോയാലേ ഈ ദാനത്തിൻ്റെ ഫലം കിട്ടുള്ളൂ. ആണ് ദേശേ കാലേച പാത്രേജ തത് ദാനം സാത്വികം സ്മൃതം എന്ന് ശ്രീകൃഷ്ണൻ നമ്മളോട് പറഞ്ഞു തന്നെ. ദേശം, കാലം, ശരിയായ കാലമാണോ, ശരിയായ ദേശമാണോ, വാങ്ങുന്നവന് അർഹതയുണ്ടോ, ഇങ്ങനെ ചെയ്യുന്ന ദാനമാണ് ഉത്തമദാനം. അല്ലാത്ത ദാനം അതിൻ്റെ താഴെയാണ്. ഉത്തമദാനത്തിന് അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. അദ്ദേഹം അങ്ങനെ വീണ്ടും അവിടെ എല്ലാം അന്വേഷിച്ച് നടന്നു. അങ്ങനെ നടന്നപ്പം ആർക്ക് പണം വേണ്ട, കാരണം എല്ലാവരും ഞങ്ങളുടെ കയ്യിൽ സമൃദ്ധമാണെല്ലാം, പിന്നെ ഞങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ്, ഞങ്ങൾക്കിത് വേണ്ട. അങ്ങനെ അദ്ദേഹത്തിന് ആർക്കും അദ്ദേഹത്തിൻ്റെ ഈ സ്വർണ്ണക്കിഴി സ്വീകരിക്കാൻ പറ്റിയ ആരെയും ആ രാജ്യത്ത് കണ്ടെത്തിയില്ല. അപ്പോൾ എല്ലാവരും പോക്കറ്റിൽ അത്യാവശ്യം പണമൊക്കെ ഉണ്ടായിരുന്നു എന്നർത്ഥം. അങ്ങനെ തിരിച്ചു ചെന്നു. പിന്നീട് കാലം കഴിഞ്ഞു, തലമുറകൾ പിന്നിട്ടു, അവിടെ സന്താനം ഉണ്ടായില്ല. അതങ്ങനെ അതപ്പതിച്ച് അങ്ങനെ പോയി. പിന്നെ കട്ടുകൊണ്ടുകൊണ്ട് ആവശ്യമില്ല, എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് ആരും വാങ്ങാനും വന്നില്ല. അപ്പോൾ ചോദിച്ചു, മഹാരാജാവേ, ഇനി അങ്ങയുടെ മന്ത്രിമാരോടും അങ്ങയുടെ കവിശ്രേഷ്ഠന്മാരോടും മുന്നോട്ട് വന്ന് കൈ നീട്ടി ചുരുട്ടി പിടിച്ചിട്ട് കൈ ഒന്ന് നീട്ടാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാം മുന്നോട്ട് വന്നു. ചുരുട്ടി പിടിച്ച കൈ നീട്ടിയപ്പോഴെല്ലാം ഈ മാന്തുന്നതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ, കിട്ടിയതൊക്കെ പിടിച്ച് ഉമാർ കയ്യിൽ വെച്ചിരുന്നു. ചോദിച്ചു, നോക്കൂ,
രാമരാജ്യത്തെ പ്രജയാണോ ഇവർ? രാമരാജ്യത്തെ മന്ത്രിമാരാണോ ഇവർ? രാജ്യത്തെ കവികളാണോ? ഇത് രാമരാജ്യമാണോ? അങ്ങ് ചിന്തിക്കൂ എന്ന് പറഞ്ഞു. ചിന്തിക്കുക. രാമരാജ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷത്തോടെ കഴിയാൻ പറ്റുന്ന ഒരു ഭരണ സംവിധാനമാണ്. അതെങ്ങനെയുണ്ടാവും? ശക്തനായ ധാർമ്മികനായൊരു ഭരണാധികാരി ഇരിക്കുമ്പോൾ ധർമ്മിഷ്ഠരുടെ എണ്ണം കൂടും, അധർമ്മികൾക്ക് അധർമ്മം ചെയ്യാൻ ഭയമുണ്ടാകും. അതാണ് രാമരാജ്യം. അതിന് ചെയ്യേണ്ടത് നാം ഓരോരുത്തരും രാമൻ തെളിച്ച വഴിയിലൂടെ പോകുമ്പോഴേ രാമരാജ്യം ഉണ്ടാകും. നമസ്കാരം.